മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹിമയിൽ രാജനെഴുന്നള്ളുന്നു, മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ വലിയ ആനന്ദത്തിൻ്റെ നിറവിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ക്രിസ്മസ് വളരെ ഒരുക്കത്തോടെ ഭംഗിയായി നമ്മൾ ആഘോഷിച്ചു. 2014 ഈ വർഷത്തിൻ്റെ സമാപന ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഈ വർഷം ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇത് കൃതജ്ഞതയുടെ സമയമാണ്. ഹൃദയം തുറന്ന് കർത്താവിന് നന്ദി അർപ്പിക്കേണ്ട മണിക്കൂറുകളാണിത്. ഈ സ്തുതി ആരാധനയിൽ പ്രത്യേകം നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെയും സ്നേഹത്തിന്റെയും കൃപയുടെയും വർഷമായി മാറുവാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. വരിക വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരിക, ഞങ്ങളുടെ തലമുറകളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. തീരുമാനങ്ങളിൽ വിശ്വസ്തരാകാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഇരുകരങ്ങളും ഉയർത്തിയടിച്ചെല്ലാവരും കത്തി പടരുക പരിശുദ്ധാത്മാവേ. കുഞ്ഞുങ്ങളിൽ, യുവജനങ്ങളിൽ, ദമ്പതിമാരിൽ, വൈദികരിൽ, സമർപ്പിതരിൽ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാം കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം എല്ലാവരും
പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിൽ ഉണരാൻ കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി 2015 ഈ പുതുവർഷം ദൈവാനുഗ്രഹത്തിന്റെ, ദൈവപരിപാലനയുടെ, ദൈവസ്നേഹത്തിന്റെ പുതുവർഷമായി രൂപപ്പെടുവാൻ ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് യേശു നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ, ആവശ്യങ്ങളെ കരം നീട്ടി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2014 ഈ വർഷം അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഒന്ന് കർത്താവേ, ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തൊഴിൽ മേഖലകളിൽ, പഠന ജീവിതത്തിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, ജീവിതത്തിന് എല്ലാ സാഹചര്യങ്ങളിലും ദൈവാനുഗ്രഹത്തിന് പെരുമഴയായി പരിശുദ്ധാത്മാവേ പരിവർത്തിക്കണമേ. ഓരോ കുടുംബങ്ങളും അനുഗ്രഹത്തിന്റെ ഭവനങ്ങളായി മാറട്ടെ. പരസ്പരം സ്നേഹിച്ചും പരസ്പരം പ്രാർത്ഥിച്ചും നല്ല തീരുമാനങ്ങൾ എടുത്ത് വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ ജീവിക്കുക. ഈ പുതുവർഷത്തിൽ കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹൃദയം നുറുകി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ഈ സമയം അങ്ങയുടെ ജനത്തിലൂടെ അങ്ങുലാത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അനേകരെ അനുഗ്രഹിച്ചതിനായി, അനേകരെ സുഖപ്പെടുത്തിയതിനായി, ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി കൊണ്ട് 10,000ങ്ങളെ നിറച്ചതിനായി നന്ദി, നന്ദി കർത്താവേ. ഈ മണിക്കൂറുകളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെ വർഷമായി, ദൈവസ്നേഹത്തിന്റെ ദിനങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ രൂപപ്പെടുവാൻ കർത്താവേ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ പുതുവർഷത്തെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും ആത്മനിറവുള്ള ജീവിതങ്ങളായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തെ ആനന്ദപൂർവം നമുക്ക് സ്വീകരിക്കാം. ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ അഭിഷേകമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 2015 ഈ പുതുവർഷം വളരെ പ്രത്യാശയോടെ നമ്മൾ നോക്കിക്കാണുകയാണ്. ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും വർഷമായി ഈ പുതുവർഷം മാറുവാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് തീരുമാനങ്ങളിൽ വിശ്വസ്തരായിരിക്കുക, തീരുമാനങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവാനുഗ്രഹം സ്വന്തമാക്കിയ, പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തോടൊപ്പം നടന്ന് അധ്വാനിച്ച് ജീവിതത്തിൽ ഉയർച്ച നേടിയ അനേകം ജീവിതങ്ങളെ തിരുവെഴുത്തിൽ നമുക്ക് കണ്ടുമുട്ടുവാൻ കഴിയും. ഇവരുടെ ജീവിതം നമ്മൾ പഠിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ അനുഗ്രഹീതരായത്? ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ ദൈവത്തോടൊപ്പം നിന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഉയർത്തപ്പെടുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? തീരുമാനങ്ങളിൽ അവരെല്ലാവരും വിശ്വസ്തരായിരുന്നു. തീരുമാനങ്ങളിൽ അവരെല്ലാവരും വിശ്വസ്തരായിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. അതിനാൽ മലിനനാകാതിരിക്കാൻ താൻ അനുവദിക്കണമെന്ന്
അവൻ ഷണ്ടന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു. ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളോട് എന്താണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് പ്രവാസിയായി ദാനിയേലും കൂട്ടുകാരും നാട് കടത്തപ്പെടുകയാണ്. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന് അധിപനായ നബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ സുഖസമൃദ്ധമായ സൗകര്യങ്ങളുടെ നടുവിൽ ദാനിയേലും കൂട്ടുകാരും നിൽക്കുകയാണ്. ഒരു ടീനേജറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത്. രാജാവിനോടൊപ്പം ഡിന്നർ കഴിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഏതൊരു ടീനേജറുടെയും വലിയ സ്വപ്നമാണ്. കാരണം അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയുടെ അധിപനോടൊപ്പമാണ് ഇവർ ഡിന്നർ കഴിക്കുന്നത്. എന്നാൽ പ്രവാചകനായ ദാനിയേലിന് ഉറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. എന്തായിരുന്നു തീരുമാനം? രാജാവ് കഴിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമോ അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടോ താൻ മലിനപ്പെടുകയില്ല എന്ന് ദാനിയേൽ തീരുമാനിച്ചു. ഇതൊരു ഉറച്ച തീരുമാനമായിരുന്നു. അവനൊരു ഹെബ്രായനാണ്. തൻ്റെ വിശ്വാസത്തിൽ നിരക്കാത്ത ആചാരങ്ങളും സംസ്കാരങ്ങളുമായി അവൻ കൂട്ടുചേരുകയല്ല. അവിടെ വിശുദ്ധിയോടെ വേർപാടോടെ ദാനിയേൽ നിലകൊള്ളുകയാണ്. ദാനിയേലിൻ്റെ ഈ തീരുമാനം കർത്താവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചു. അവരെ നോക്കിയിരുന്ന ആ ഷണ്ടന്മാരുടെ നായകനോട് ദാനിയേൽ പറഞ്ഞു, പ്ലീസ്, ഞങ്ങൾക്ക് ഈ വിഭവസമൃദ്ധമായ ഭക്ഷണം വേണ്ട. ഷണ്ടന്മാരുടെ നായകൻ പറഞ്ഞു, നിങ്ങളിത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. ഈ വിവരം രാജാവ് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തല പോകും. അതുകൊണ്ട് നിങ്ങളിത് കഴിച്ചേ മതിയാകും. തൻ്റെ തീരുമാനത്തിൽ ദാനിയേൽ ഉറച്ചു നിൽക്കുകയാണ്. 9-ാം വചനം പറയുന്നുണ്ട്, ദാനിയേലിനോട് അനുകമ്പയും സ്നേഹവും തോന്നാൻ കർത്താവ് ആ ഷണ്ടൻ ഇടവരുത്തുകയാണ്. 10 ദിവസത്തേക്ക് ദാനിയേൽ പറഞ്ഞ ആ തീരുമാനം ഷണ്ടൻ അനുവദിക്കുകയാണ്. ഇവരോടൊപ്പമുള്ള മറ്റ് വ്യക്തികളെല്ലാം വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുമ്പോൾ ദാനിയേലും തൻ്റെ 3 കൂട്ടുകാരും അവർ സസ്യാഹാരം കഴിച്ച് ആ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. 10 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജകീയമായ ഭക്ഷണം കഴിച്ചവരെക്കാൾ സൗന്ദര്യമുള്ളവരായി, കൊഴുത്തവരായി ദാനിയേലിനെയും കൂട്ടുകാരെയും ഷണ്ടന്മാരുടെ നായകൻ കാണുകയാണ്. കാരണം അവരുടെ മേൽ കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു. കർത്താവിൻ്റെ കരം അവരുടെ മേൽ പ്രബലപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി അവരിൽ പരിവർത്തിച്ചു. എല്ലാവിധ വിജ്ഞാനത്തിലും അറിവിലും അവർ സാമർഥ്യമുള്ളവരായി. രാജാവ് ചോദിച്ച ഏത് ചോദ്യത്തിനും കൃത്യതയോടെ അവർ ഉത്തരം നൽകി. ഈ വിജയത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു? അവർ തീരുമാനങ്ങളിൽ വിശ്വസ്തരായി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദേശാധിപതിയായി രാജാവ് അവൻ ഉയർത്തുകയാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ടീനേജറായ ദാനിയേലും കൂട്ടുകാരും നബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ ഇതാ നിൽക്കുന്നു. He is Daniel, a Hebrew. And the king appointed them a daily provision of the king's meat and of the wine which he drank. Hail and highest honor to King Nebuchadnezzar. Hail Nebuchadnezzar. From this time forth shall the king's own meat and wine, ഷണ്ടന്മാരുടെ നായകൻ അവരോട് പറയാ, wisest of the wise, ഈ രാജകീയ ഭക്ഷണം നിങ്ങൾ കഴിച്ചാലും of Babylon. Come, eat. And among them were the children of Judah. വിഭവസമൃദ്ധമായ And the names ആ വിരുന്ന് മറ്റുള്ളവരെല്ലാം കഴിച്ച് ഉല്ലസിക്കുമ്പോൾ ഇവർ 4 പേരും വിശുദ്ധിയോടെ മാറി നിൽക്കുകയാണ്. Belteshazzar, Master, eat. I have taken an oath upon me, a covenant of my forefathers. I cannot partake of such meats or wine. ദാനിയേൽ പറഞ്ഞ കാര്യം
Nor can I. സമ്മതിക്കുവാൻ ആ ഷണ്ടന്മാരുടെ നായകനെ കർത്താവ് ഇടവരുത്തുകയാണ്. Of Judah. Master, prove thy servants, I beseech thee, 10 days. 10 ദിവസം And let us eat grain ഞങ്ങളെ പരീക്ഷിക്കുവാനായി instead of meat. അനുവദിക്കണമെന്ന് ദാനിയേൽ ആവശ്യപ്പെടുകയാണ്. Let our countenances be looked upon, and the countenance of the children who eat the portion of the king's meat. And as thou seest, deal with thy servants. Do as he says. For 10 days. അവന്റെ ആവശ്യം ഷണ്ടന്മാരുടെ നായകൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ സ്ഥിരതയില്ലായ്മയാണ്. നമുക്ക് സ്ഥിരതയില്ല. തീരുമാനങ്ങളിൽ, ജീവിത വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ, നമ്മുടെ ബന്ധങ്ങളിൽ പലപ്പോഴും സ്ഥിരതയില്ലായ്മയാണ് അനേകരുടെ തകർച്ചയ്ക്കും പരാജയത്തിനുമുള്ള പ്രധാന കാരണം. സുഭാഷിത പുസ്തകം 28:20 വചനം പറയുന്നുണ്ട്, വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. ഈ പുതുവർഷം അനുഗ്രഹത്തിന് വർഷമായി മാറണോ? നിന്റെ വ്യക്തി ജീവിതത്തിൽ, നീ ആയിരിക്കുന്ന കുടുംബത്തിൽ, നിന്റെ മക്കളിൽ, നിന്റെ തലമുറയിൽ, സമൂഹത്തിൽ, തൊഴിൽ മണ്ഡലങ്ങളിൽ, ജീവിതത്തിന് എല്ലാ സാഹചര്യങ്ങളിലും ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നമ്മൾ വിശ്വസ്തരാവുക. പ്രിയപ്പെട്ടവരെ, തിരുവചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിലോട്ട് വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. പൂർവ്വ ജോസഫ് പോത്തിഫറിന്റെ ഭവനത്തിൽ അടിമച്ചെറുക്കനായി പണി ചെയ്യുകയാണ്. സുമുഖനായ ജോസഫ്, വടിവൊത്ത ശരീരമുള്ളവൻ. പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നുകയാണ്. ഈ സ്ത്രീ ജോസഫിന് അടുത്ത് വന്നുകൊണ്ട് പറയും, നീ എന്നോട് കൂടെ ശയിക്കുക, ഞാൻ നിന്നെ ആവോളം സ്നേഹിക്കാം, ഞാൻ നിനക്ക് വേണ്ടതൊക്കെ തരാം, നീ എന്നോട് കൂടെ ശയിക്കുക, നീ എന്നോട് കൂടെ ശയിക്കുക. അനുദിനം അവൾ പറഞ്ഞിട്ടും ജോസഫ് സമ്മതിച്ചില്ല. 10-ാമത്തെ വചനത്തിൽ അതിൻ്റെ രഹസ്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ജോസഫ് പറയുന്നുണ്ട്, എൻ്റെ ദൈവത്തിനെതിരായി ഈ നീചമായ പ്രവൃത്തി ചെയ്ത് ഞാൻ എങ്ങനെയാണ് പാപം ചെയ്യുക? ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയില്ല. ജോസഫിന് ഉറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു, പാപം ചെയ്ത് ഞാൻ കർത്താവിനെ വേദനിപ്പിക്കുകയില്ല. ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം വിശ്വസ്തയോടെ ജീവിക്കും. ഈ ഉറച്ച തീരുമാനമായിരുന്നു. പോത്തിഫറിന്റെ സുന്ദരിയായ ഭാര്യ പ്രലോഭനവുമായി ജോസഫിനെ സമീപിച്ചപ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ആത്മനിറവ് അവന് ലഭ്യമായതിന് കാരണം അവൻ്റെ വിശ്വസ്തതയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പൂർവ്വ ജോസഫിൻ്റെ ചരിത്രം. ഇതിനു പ്രതി ഒരുപാട് അവനെ സഹിക്കേണ്ടി വന്നു. എന്നാൽ ഈ സഹനങ്ങളുടെ നടുവിലും അവൻ തൻ്റെ തീരുമാനങ്ങളിൽ വിശ്വസ്തനായിരുന്നു. എന്താ സംഭവിച്ചത്? ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാം അധ്യായം 38-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. ഫറവോ ഡിക്ലെയർ ചെയ്യുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ ഒരുവനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഈജിപ്തിന്റെ മുഴുവൻ പ്രധാനമന്ത്രിയായി കർത്താവ് ജോസഫിനെ ഉയർത്തുകയാണ്. പ്രിയ സഹോദര സഹോദരി, അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ മാത്രം പോരാ. ജീവിതത്തിൽ ഉയരണം, വളരണം, എനിക്ക് നന്മയുണ്ടാകണം, എൻ്റെ കുടുംബം എല്ലാ വിധത്തിലും മാന്യത പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം മാത്രം നമുക്കുണ്ടായാൽ പോരാ. അതിനുവേണ്ടി വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. കർത്താവ് പറയുന്ന വാക്കുകളോട് യെസ് പറഞ്ഞ് അനുസരിക്കുവാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. ഈ വിശ്വസ്തതയാണ് ഈ പുതുവർഷത്തിൽ നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലോട്ട് വാ. ദൈവത്തിൻ്റെ അമ്മയായി മറിയം ഉയർത്തപ്പെട്ടതിന് കാരണം എന്താ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുമനസ്സോട് എന്തൊക്കെ സംഭവിച്ചാലും, എന്തുമാത്രം സഹിക്കേണ്ടി വന്നാലും, നിന്ദനങ്ങളിലൂടെ അപമാനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, കർത്താവിൻ്റെ ഹിതത്തോട് ഞാൻ പൂർണ്ണമായും
അനുസരണമുള്ളവളാകുമെന്നുള്ള ആ ഉറച്ച തീരുമാനം ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത പരിശുദ്ധ മറിയത്തെ അറിയിച്ചപ്പോൾ ഏതൊരു പെൺകുട്ടിക്ക് ഇത് സ്വീകരിക്കാൻ പറ്റിയ? ആരെയും നോക്കാതെ, ആരോടും ഒരു ആലോചന പോലും ചോദിക്കാതെ കർത്താവിൻ്റെ പൂർണ്ണമായ ഹിതത്തോട് യെസ് പറഞ്ഞ് അതിന് കീഴ്പ്പെടുവാനുള്ള ഒരു തീരുമാനം മറിയത്തിനുണ്ടായി. ഈ തീരുമാനമാണ് ദൈവത്തിൻ്റെ അമ്മയായി മറിയം ഉയർത്തപ്പെടുവാനുള്ള കാരണം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാംസമായി മറിയത്തിന് ഉദരത്തിൽ രൂപപ്പെടുകയാ. ഈ അത്ഭുത പ്രവൃത്തിയുടെ കാരണം എന്താ പ്രിയപ്പെട്ടവരെ? തീരുമാനങ്ങളിലുള്ള വിശ്വസ്തത. ഇതാ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു വിശ്വസ്തതയിലോട്ട് നമ്മൾ ഉയർന്നാൽ ഈ വർഷം അനുഗ്രഹത്തിന്റെ പൊട്ടിത്തെറികളായിരിക്കും. ദൈവപരിപാലനയുടെ മഹത്വം ദർശിക്കാൻ കഴിയും. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ വെളിപ്പെടുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഞാൻ നിങ്ങളെ നിക്കിളിപ്പെടുത്താൻ പറയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. ആവശ്യമുള്ള ഒരു അഭിഷേകം ഏറ്റെടുത്തോ. അനേകം കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. അനേകം ജീവിതങ്ങളിലേക്ക് തന്റെ അഭിഷേകത്തെ കർത്താവ് പകരുന്ന സമയമാണ്. ഓ ജീസസ്, നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. ബ്ലസ് ലോർഡ്. വർഷങ്ങളായി പലവിധ പരാജയങ്ങളിലും ദുഃഖ ദുരിതങ്ങളിലും കഴിയുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങളെ ഈ വചന ശുശ്രൂഷയുടെ കർത്താവ് സ്വതന്ത്രമാക്കുകയാ. നീ വിശ്വസ്തയായിക്കോ. കർത്താവിൻ്റെ കരം നിന്റെ ജീവിതത്തിൽ പ്രബലപ്പെടും. പക്ഷെ പൗലോസിന്റെ ജീവിതത്തിലോട്ട് നോക്ക്. എന്തുകൊണ്ടാ പൗലോസ്ലീഹ സുവിശേഷത്തിന് തീയായി മാറിയത്? സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു മിഷണറിയായി അപ്പോസ്തലനായ പൗലോസ് ഉയർത്തപ്പെട്ടതിന് കാരണം എന്താ? റോമാക്കാർക്കുള്ള ലേഖനം 8:35 വചനം പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർ നമ്മെ വേർപ്പെടുത്തും. പൗലോസിന് ഉറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. ഒന്നിനും കർത്താവിന്റെ സ്നേഹത്തിന് വേർപ്പെടുത്താൻ പറ്റില്ല. മരണത്തിനോ ദുഃഖത്തിനോ ദുരിതത്തിനോ നഗ്നതയ്ക്കോ ജയിലറയ്ക്കോ ഈർച്ചവാളിന് എന്തിന് വാളിന് പോലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഈ ഉറച്ച തീരുമാനം, ഈ തീരുമാനത്തിലുള്ള വിശ്വസ്തതയായിരുന്നു പൗലോസിനെ പൗലോസാക്കി മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുന്ന ഈ ദൂത് നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കുക. ഈ പുതുവർഷത്തിൽ നല്ല തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക. നിങ്ങൾ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ പ്ലീസ് നിങ്ങൾ പരസ്പരം പ്രാർത്ഥിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുക്കുക. ആ തീരുമാനങ്ങളിലേക്ക് കർത്താവിൻ്റെ അഭിഷേകം ഇറങ്ങി വരുന്ന രാത്രിയാണിത്. യുവജനങ്ങളെ നിങ്ങൾ തീരുമാനമെടുക്കുക. പാപത്തെ വിട്ടുകളഞ്ഞ് തെറ്റായ ബന്ധങ്ങളെ വിട്ടുപേക്ഷിച്ച്, കർത്താവെ ഈ വർഷം ഞാൻ നിൻ്റെ പരിശുദ്ധിയിൽ ജീവിക്കും. കർത്താവ്, ഞാൻ നിന്നോടുകൂടെ നടക്കും. ഞാൻ നിൻ്റെ മഹത്വത്തിന് അടയാളമായി തീരും. ഓരോ യുവജനങ്ങളും തീരുമാനമെടുക്കുക. ബഹുമാനപ്പെട്ട സമർപ്പിതരെ, നിങ്ങളുടെ സമൂഹ ജീവിതത്തിലും ദൈവം നിങ്ങൾ നിർത്തിയിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക. സഭയ്ക്കും സമൂഹത്തിനും ഇത് സമർപ്പിത വർഷമല്ലേ. നിങ്ങളുടെ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹമായി മാറട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, നിങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തിപ്പെടുവാനായി പുതിയ തീരുമാനങ്ങൾ എടുക്കുക. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഈ ബാല്യം കർത്താവിനായി വിശുദ്ധീകരിക്കപ്പെടണം. നിങ്ങൾ ഈശോയുടെ പൊന്നുമക്കളായിട്ട് മാറണം. നിങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിലൂടെ അനേകരെ കർത്താവിൻ്റെ സ്നേഹം അറിയണം. തീരുമാനങ്ങളിൽ വിശ്വസ്തരായി സഭയുടെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അനുഗ്രഹങ്ങളായി നമുക്ക് മാറാം. അതിനായി പുതുവർഷം കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ മംഗളാശംസകൾ നേരുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ഈ പുതുവർഷത്തിൽ നമ്മുടെ കർത്താവ്
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. ഇതാ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂവിന്നു ഭോജ്യമായി വന്നു. ഈ അപ്പം ഭക്ഷിപ്പോരെന്നും ജീവിക്കും, ഈ അപ്പം ദൈവത്തിൻ ദാനം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ഏറെ ആനന്ദത്തോടെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞൊരു വർഷക്കാലം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സകല നന്മകൾക്കായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുകയാണ്. പുണ്യകർത്താവേ, പുതുവർഷത്തിലേക്ക് ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു തീരുമാനങ്ങളിൽ വിശ്വസ്തരാവുക. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം പകരണമേ. സാധിക്കുന്ന എല്ലാവരും ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുമടക്കി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. ഇത് അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളാണ്. അനേകമായിരങ്ങളിലേക്ക് മഹത്വത്തിൻ സാന്നിധ്യമായി കർത്താവ് ഇറങ്ങി വരുന്ന അത്ഭുതത്തിന് മണിക്കൂറുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ പുതുവർഷം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ കർത്താവിനോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും വിശ്വസ്തത പുലർത്തുവാനുള്ള അഭിഷേക നിറവിന് വേണ്ടി കരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ പെരുമഴയായി പെയ്തിറങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ സ്തുതി. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. അനേകം ആയിരങ്ങളിലേക്ക് ദൈവസ്നേഹത്തിന്റെ തീയായി കത്തി പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തതയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, വിശുദ്ധിയിൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആരാധന, ആരാധന, ആരാധന. ഞങ്ങൾ അനുഗ്രഹിച്ച സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവജനം ഉണരേണ്ട സമയമായി. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ